നമസ്കാരം. യൂണിക് സെക്യൂരിറ്റി സിസ്റ്റംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ CCTV എന്ന് പറയുന്നത് ഇമേജ് റെക്കോർഡിംഗ് ആണോ വീഡിയോ റെക്കോർഡിംഗ് ആണോ എന്നാണ്. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യാനുള്ളത്, ഒത്തിരി പേര് വീഡിയോസ് കണ്ടിട്ട് സംശയമൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ വീഡിയോസിന്, അതായത് യൂട്യൂബ് വീഡിയോസിന് പുറമെ നമുക്കൊരു ടെക്നിക്കൽ സപ്പോർട്ട് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് തന്നെ ഈ മേഖലയിൽ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്കോ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കോ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. ലോങ് ടൈം സപ്പോർട്ട് കിട്ടുന്ന ഒരു വർക്ക്ഷോപ്പാണ്. അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന വാട്സാപ്പ് നമ്പറിൽ ചാറ്റ് ചെയ്യുക. പിന്നെ ചെറിയൊരു സജഷൻ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് പേര് ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു, ഇതിനകത്ത് പ്രായം പ്രശ്നമാണോ, അവരിങ്ങനെ ഒരു 40-45 ഇവൻ 50 ആയിക്കോട്ടെ 60 ആയിക്കോട്ടെ നമുക്ക് പ്രായം പ്രശ്നമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് വലിയൊരു ഷൈ ആയിട്ടാണ് അവർ ചോദിച്ചത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ കാണരുത്. എന്നെ സമീപിക്കുന്നവർക്ക് ഒരു കണ്ടീഷനേ ഉള്ളൂ, എനിക്കുള്ളൂ. ഈ മേഖലയിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും, അതിപ്പോൾ എത്ര പ്രായക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവിധ സപ്പോർട്ടും കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CCTV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് റെക്കോർഡിംഗ് ആണോ വീഡിയോ റെക്കോർഡിംഗ് ആണോ എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്നത് CCTV വീഡിയോ റെക്കോർഡിംഗ് ആണല്ലോ, അത് പിന്നെ എന്താണ് ഇമേജ് റെക്കോർഡിംഗ് എന്ന് ചോദിക്കുന്നതെന്നാണ്. പക്ഷേ എങ്കിലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, CCTV എന്ന് പറഞ്ഞാൽ പ്യുവർലി ഇമേജ് റെക്കോർഡിംഗ് തന്നെയാണ്. പക്ഷെ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. CCTV എന്ന് പറയുന്നത് വീഡിയോ റെക്കോർഡിംഗ് ആണെന്ന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അത് ശരി തന്നെയാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് CCTV എന്ന് പറയുന്നത് ഇമേജ് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഇത് നമുക്ക് സംശയം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമുക്ക് മുൻകാലങ്ങളിൽ സിനിമ പ്രദർശിപ്പിച്ചിരുന്നത് അറിയാം. ഒരു റോള് ഫിലിമിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് ഒരു നിശ്ചിത വേഗതയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൂവ് ചെയ്യിപ്പിക്കുമ്പോഴാണ് നമുക്ക് വീഡിയോ ആയിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ ഇമേജാണ് നമുക്ക് വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്ത് തരുന്നത്. അതുപോലെ തന്നെയാണ് CCTVയിലും. CCTV എന്ന് പറഞ്ഞാൽ ഇമേജ് റെക്കോർഡിംഗ് തന്നെയാണ്. അതിന് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ക്യാമറ വാങ്ങുന്ന സമയത്ത് നമ്മുടെ ക്യാമറയുടെ പുറത്ത് ഇത് ലെൻസിന്റെ കപ്പാസിറ്റി എഴുതിയിട്ടുണ്ടാവും, അത് റെസൊല്യൂഷൻ എത്രയാണെന്ന് എഴുതിയിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഫ്രെയിം റേറ്റ് എന്ന് പറയുന്ന ഒരു ഘടകം കൂടെ നമുക്ക് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഈ ഫ്രെയിം റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഫ്രെയിം പെർ സെക്കൻഡ്, FPS എന്നായിരിക്കും അതിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ചിലപ്പോൾ 25 ഫ്രെയിം പെർ സെക്കൻഡ് എന്നായിരിക്കാം, അല്ലെങ്കിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് എന്നായിരിക്കാം. സാധാരണ രീതിയിൽ യാതൊരു ലാഗും ഇല്ലാതെ ഒരു വീഡിയോ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് വേണമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ പല ബ്രാൻഡിലും നമുക്ക് അവൈലബിലിറ്റി 25 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. എന്നാലും അത് നമുക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ തന്നെ കാണാൻ കഴിയും, വീഡിയോ ആയിട്ട് തന്നെ കാണാനും കഴിയുന്നുണ്ട്. അപ്പോൾ മുൻകാലങ്ങളിൽ, ഞാൻ ഇന്ന് ഇത് പറയാൻ കാരണം തന്നെ, മുൻകാലങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കളെ ഇങ്ങനെ സപ്പോർട്ടിൽ വിളിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ബാക്കപ്പ് കുറവായതുകൊണ്ട് ഫ്രെയിം റേറ്റ് കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കപ്പ് കൂടുതൽ കിട്ടില്ല എന്ന് ചോദിക്കും. അപ്പോൾ ബാക്കപ്പ് കുറയുമ്പോൾ ഫ്രെയിം റേറ്റ് കുറച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ 25 ഫ്രെയിം പെർ സെക്കൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറ സെക്കൻഡിൽ 25 ഫ്രെയിമാണ്, അല്ലെങ്കിൽ 25 ഫോട്ടോസ് എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ക്യാമറയാണ്. അപ്പോൾ നമ്മൾ ഫ്രെയിം റേറ്റ് കുറയ്ക്കുമ്പോൾ അത് 20 ആക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡിൽ എന്ത് സംഭവിക്കും? 20 ഫോട്ടോസ് അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ 20 ഫോട്ടോ വരുമ്പോഴത്തേക്കും പൂർണ്ണമായ ഒരു മൂവ്മെന്റ് നമുക്കിവിടെ കിട്ടത്തില്ല. വീഡിയോ ജെർഗ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. അതായത് ഒരാൾ നടന്നു പോവുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് കിട്ടില്ല. സ്റ്റക്കായി പോകുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയും. അതൊരു പ്രൊഫഷണൽ രീതിയല്ല. മുൻകാലങ്ങളിൽ ബാക്കപ്പിന്റെ ഇഷ്യൂവിനാണ് ഇത് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് IP ക്യാമറയിൽ മൊബൈൽ മോണിറ്ററിങ് ചെയ്യുന്ന സമയത്ത് ലാഗ് ഫീൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഇതാണ്, ഫ്രെയിം റേറ്റ് കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഫ്രെയിം റേറ്റ് കുറയ്ക്കുമ്പോൾ നമ്പർ ഓഫ് ഇമേജസ് കുറയും. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് കുറഞ്ഞതിലും കുറച്ചുകൂടെ പെർഫോമൻസ് കിട്ടും. പക്ഷെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കസ്റ്റമറിന് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഫ്രെയിം റേറ്റ് കുറയ്ക്കാൻ പാടില്ല. ഇനി ഇപ്പം നമുക്ക് ഓൺലൈൻ വ്യൂവിൽ സ്പീഡ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും അപ്ലോഡിങ് സ്പീഡ് കൂട്ടുകയാണ് വേണ്ടത്. ഇപ്പം ഒരു ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, എത്ര MBPS ആണെന്ന് നോക്കും. അപ്പോൾ കമ്പനി ഓഫർ ചെയ്യും, ചിലപ്പോൾ 60 MBPS ഉണ്ടാവും, 100 MBPS ഉണ്ടാവും, 150 MBPS ഉണ്ടാവും. ഇതൊക്കെ എന്താണ് അതിൻ്റെ
അതിൻ്റെ ഡൗൺലോഡിങ് സ്പീഡാണ്. CCTVയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും വേണ്ടത് അപ്ലോഡിങ് സ്പീഡാണ് വേണ്ടത്. 1/2 ആണ് സാധാരണ അപ്ലോഡിങ് സ്പീഡ് വരുന്നത്. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ആവശ്യാനുസരണം ചേഞ്ച് ചെയ്യാമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രെയിം റേറ്റിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ CCTV എന്ന് പറയുന്നത് ഇമേജ് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആരും അങ്ങനെ ചെയ്യരുത്. ഫ്രെയിം റേറ്റ് കുറച്ചിട്ട് ബാക്കപ്പ് കൂട്ടാനോ ഫ്രെയിം റേറ്റ് കുറച്ച് മൊബൈൽ വ്യൂവിൻ്റെ പെർഫോമൻസ് കൂട്ടാനോ നോക്കരുത്. കാരണം മിനിമം 25 ഫ്രെയിമെങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ പൂർണ്ണമായ ഒരു ഔട്ട്പുട്ട് കസ്റ്റമറിന് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചാനൽ ഒത്തിരി ആൾക്കാർ കാണുന്നുണ്ട്. കാണുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ. അപ്പോൾ ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു.